ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ മട്ടം റാഹത്തല്ലേ? ഇന്ന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഇൻട്രോ എടുക്കാൻ കാരണമുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങളെ കളിയും ചിരിയും സങ്കടവും സന്തോഷവും ഒക്കെ തുടങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷമായി. ചുരുക്കി പറഞ്ഞാൽ ആ കുരിപ്പിൻ്റെ കൂടെ കൂടിയിട്ട് ഇന്നേക്ക് 5 വർഷമായി. അപ്പം ഞങ്ങൾ ഫസ്റ്റത്തെ ആനിവേഴ്സറി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് അതൊരു സെലിബ്രേഷൻ ആക്കിയിട്ട് കഴിച്ചത്. ബാക്കിയൊക്കെ ഞാൻ സൗദിയിൽ പോയി, പിന്നെ ചെന്നൈയിൽ 2 വർഷം സൗദിയിൽ നിന്ന്, അങ്ങനെ ഒരു ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ച് കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ സത്യം. അപ്പോൾ ഇന്നിപ്പം ഓളിൻ്റെ കൂടെ ഇല്ല, ഓള് തൃശ്ശൂരാണ്. ഓളിപ്പം പോയിട്ട് 2-3 ദിവസമായി. അപ്പം അവിടെ വല്യമ്മാൻ്റെ അവിടുത്തെ തൈലിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഓരോ കുടുംബത്തിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് പോയതാ. അപ്പം ഓള് എന്നോ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് 12 മണിക്ക് വിളിച്ചിട്ട് ആനിവേഴ്സറി പറഞ്ഞ് കാക്കു ഇന്നത്തെ ദിവസം ഓർമ്മ ഉണ്ടോ, ഇന്ന് നമ്മളെ ആനിവേഴ്സറി ആണ്, നിങ്ങൾ ആൽമറ പോയിട്ട് തുറക്കുകയാണ് 12:30 1 മണിക്കൊക്കെ കണ്ട് വിളിച്ചിട്ട്. അപ്പം ഞാൻ ആ വർക്ക് പ്രാന്തത്തിൽ പോയിട്ട് ആ ആൽമറ തുറന്നപ്പം ഓള് ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെച്ചേക്കണം. ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ ഗൈസ്, ഇത് ഓള് മറന്നിട്ടില്ല. ഓള് എല്ലാ പ്രാവശ്യം പോലെ എനിക്ക് ഞാൻ സൗദിയുള്ള സമയത്ത് പോലും അവിടുത്തെ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് പോണോണ്ട് ഈ നവംബർ 1-ാം തീയതി 2-ാം തീയതി ആളെടുത്ത് കൊടുത്തയച്ചു, എന്നിട്ട് 15-ാം തീയതി തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ആനിവേഴ്സറി ഓള് അത് മുടക്കാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഓള് പോയപ്പോൾ ഞാൻ മറന്നിട്ടുണ്ടാവും ചോദിച്ചു. അപ്പോൾ സംഭവം ഇവിടെ വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയാണ്ട കാണിച്ചത്. ഒരു മിനിറ്റ് ഉണ്ടാ ഈ ഒരു സാധനം അവള്. അപ്പോൾ നമ്മളെ ഫാമിലിൻ്റെ മുമ്പ് നിന്ന് നമുക്ക് തുറക്കാം. എന്താ ഇത് സാധനമാണ്, അവള് മറക്കാണ്ട് എന്നും പതിവ് പോലെ ഓള് കൊണ്ടുവന്നൊക്കെ വാങ്ങിച്ചു. ഇത് ഷർട്ട്, മാഷാല്ലാ കണ്ടോ. ഈ ഓള് പോയിട്ട് 2-3 ദിവസമായില്ല, അന്ന് വാങ്ങി വെച്ചതാണ്. ഡയറി മിൽക്കൊക്കെ ആകെ. ബെൽറ്റിൻ്റെ നല്ല കഥ കേട്ടോ പഠിച്ചവനെ. ബെൽറ്റ് എനിക്ക് ഉണ്ട്, എൻ്റെ ബെൽറ്റ് കാണാനില്ലേനി. അപ്പം 2 ബെൽറ്റ് ഇപ്പം ഞാൻ പുതിയ വാങ്ങി, കാണാനില്ലാത്തതുകൊണ്ട് ഓളിങ്ങനെ ഓർഡർ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ബെൽറ്റ് ഉണ്ട്. ഇപ്പം മാഷാല്ലാ ബോഡി സ്പ്രേ, മിഠായി, ഒരു അത്തറ്. പഠിച്ച റബ്ബേ ഒരുപാട് പൈസ ചിലവാക്കിയിരിക്കണ്. എൻ്റെ നിന്ന് അടിച്ച് മാറ്റുകയാണെങ്കിലും സംഭവം പാവട്ടാ. അപ്പോൾ ഇതൊക്കെ ഓള് മേടിച്ച കഴിയുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് സന്തോഷമുണ്ട്. സങ്കടം കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോന്ന് തിന്നാണ്ട് മനുഷ്യനങ്ങോട്ട് സങ്കടമാക്കും, ഒരുമാതിരി ഫീലാക്കും. ഓളിതാ ഓർത്ത് വെച്ച് ഓള് ഈ സാധനങ്ങളൊക്കെ 2-3 ദിവസം ആർക്കോ വിളിച്ച് സെറ്റാക്കിയാണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ച് അൽമറയെ പൂട്ടിയിട്ട് ഓള് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അഥവാ ആ ഡോറ് തുറക്കുന്ന എഴുതിയിട്ട് ചാവിയൊക്കെ എടുത്ത് വെച്ചിരിക്കും, ഞാനത് കാണണ്ട എഴുതിയിട്ട്. എന്നിട്ട് രാത്രി 12 മണിക്ക് വിളിച്ചിട്ടാണ് ആ അൽമറിൻ്റെ ചാവിയാതിരുത്താണ് തുറന്നു നോക്കിയിട്ട് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സർപ്രൈസ് ഓൾ എനിക്ക് രാത്രി തന്ന്. ആ സമയത്ത് വീഡിയോ എടുക്കാനോ അതിനൊന്നുമില്ല, ഞാൻ സങ്കടം വന്നിട്ടോ സംഭവത്തിൽ. അത്രയും ഓർത്ത് അങ്ങനെ 4-5 വർഷമായെങ്കിലും ഒരു മുടക്കം കൂടാണ്ട് ഓരോ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അതേപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഓരോ സാഹചര്യവും സിറ്റുവേഷനൊക്കെ വെച്ചാൽ. അപ്പോൾ ഇന്നേ ഒരു സർപ്രൈസ് കൊടുക്കാം നമുക്ക്. ഞാൻ ഇന്ന് ഇവിടുന്ന് പോവാം, ഞാൻ ഇന്ന് പണിയുണ്ട്, രാവിലെ എനിക്ക് വർക്ക് ഉണ്ട് പറഞ്ഞാണ്ട് വിളിച്ചിന് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഞാൻ പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും വലിയ സംഭവമല്ല, ചെറിയൊരു മോതിരാണെങ്കിൽ പോലും ഗിഫ്റ്റ് കൊടുക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ, അത് വലിയ സന്തോഷവും അവളെ സംബന്ധിച്ച് നല്ലോണം സന്തോഷവും. അപ്പം ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. എന്നിട്ട് അവിടെ അവൾ തൃശ്ശൂരാണുള്ളത്. അപ്പം അവിടെ പോയിട്ട് ഞാൻ ആ ചെറിയൊരു എന്തായാലും ഒരു ഡ്രസ്സ് എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ട് ഓളെ ഒന്ന് പോയിട്ട് കാണണം. ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഉറക്കം വരില്ല, കാരണം ഇത്രയും വലിയൊരു ഇത് ചെയ്തിട്ട് നമ്മൾ അതേപോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഓള് നമ്മൾ പ്രണയിച്ചറിഞ്ഞ ഒരു സാധനം, ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കണ്ടപ്പോൾ നമ്മൾ പ്രണയിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് വാലൻസ് ഡേൻ്റെ സമയത്ത് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാട്ടത്. അത് കണ്ടോ, ഇത് ഞങ്ങളെ ഫോട്ടോയൊക്കെ വെച്ചിട്ടൊരു ഗ്ലാസ്, അന്നത്തെ മോഡൽ അന്ന് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. പിന്നെ ഈ ഡയറി ഉണ്ടല്ലോ, ഇതിൽ ഓൾ ഒരുപാട് അന്നേരം രാത്രി കുറേ വായിച്ചു നോക്കി. അപ്പം കുറേ ഇങ്ങനത്തെ കാണിച്ചാൽ പറ്റും, പ്രേക്ഷകരുടെ അടുത്ത് എല്ലാം അങ്ങോട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഞാൻ കൊടുത്ത മുട്ടായിയുടെ പാക്ക്, ഞങ്ങൾ പോയ ഫിലിം, ഞങ്ങൾ പോയി ഇരുന്ന സ്ഥലം, ഞങ്ങൾ കണ്ട സ്ഥലം, ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞത് ഇന്നെ വിളിച്ചാണ്ടാ, ഇതൊക്കെ ഒരുപാട് കണ്ടങ്ങൾ എല്ലാം ഇങ്ങനെ തുറന്ന് കണ്ടാ. അതൊക്കെ ഓൾ എഴുതി വെച്ചതാണ്. ഇന്നെ കാണാത്ത ദിവസം, ഇന്നെ ഫോൺ ചെയ്യാത്ത ദിവസം, എന്നെ മിസ് ചെയ്ത ദിവസം, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി, പാവം തോന്നി. ഞാൻ എന്തായാലും ഇന്ന് പോയിട്ട് ഓളെ
കാണട്ടെ. ഞാൻ പോയി ഇന്നത്തെ ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വർക്കിന് പോയത്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് വരും എന്നുള്ളത്. കാരണം ഞാൻ വർക്കിന് പോയിക്കാണ്, ഇന്ന് വരില്ല എന്നുള്ളതിൽ തന്നെ നിൽക്കുന്നത്. അപ്പം എന്തെങ്കിലും ഗിഫ്റ്റും കൊണ്ടിട്ട് ഞാൻ പോട്ടെ കേട്ടോ. അവിടുത്തെ ഓളെ എക്സ്പ്രഷനും അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. ഒപ്പം അന്ന് പോയി കഴിഞ്ഞാൽ ഓക്ക് ഒരു ഭയങ്കര ഇതായി പോകും. കാരണം ഞാനിന്ന് വരില്ലെന്ന് വർക്കിന് പോകാമെന്ന് പറഞ്ഞിരിക്കല്ലേനു. അപ്പം നമ്മൾ ചെന്ന് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അതും ഓളെടുത്ത് തന്ന ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ പോവും. എന്തായാലും വേണ്ടില്ല. അപ്പം ഓളൊന്ന് കണ്ടിട്ട് നമ്മൾ വരാം. അപ്പം ഞാൻ ഈ പെങ്ങൾക്ക് വിളിച്ചിട്ടാ, എൻ്റെ മൂത്താപ്പാൻ്റെ മോളുണ്ട്. അപ്പോൾ ഓളും കൂടെ പോരെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് പോകണ്ടേ. അപ്പം ബൈക്ക് എടുത്ത് പോകാൻ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ഇന്നലെ രാത്രി ഞാൻ തീരുമാനിച്ചത് എന്തായാലും പോകണം, നിങ്ങളൊന്ന് കാണണമെന്ന്. കാരണം ഇതെല്ലാം വായിച്ചപ്പോഴും ഞങ്ങളെ പഴയതൊക്കെ ഒന്ന് ഓർത്തപ്പോൾ എനിക്ക് കാണണം തോന്നി. അപ്പം കാണുന്ന പെണ്ണുങ്ങൾ തന്നെയല്ലേ, എപ്പോഴും കാണാമല്ലോ. പക്ഷെ അതല്ല, ഇന്നത്തെ ദിവസത്തിനൊരു കാണലുണ്ട്, ആ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം ഓളയും കൂട്ടിയിട്ട്, അവളവിടെ മോങ്ങത്താണ്, അവിടുന്ന് ഓളയും കൂട്ടിയിട്ട് നേരെ ജസിൻ്റെ വീട്ടിലേക്ക്. അപ്പം ഓക്കെ, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം ആനിവേഴ്സറിക്ക് മേടിച്ച് കൊടുത്തൊരു ഗിഫ്റ്റാട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണ്. എങ്ങനെയുണ്ട് ഈ സാധനം? അടിപൊളിയില്ലേ ഗൈസ്? നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് അതാട്ടോ ജസ്റ്റ് എടുത്തതിനാ ഡ്രസ്സ്. പിന്നെ നമുക്ക് കാക്കനെ പൊക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതിട്ടാലും ഗ്ലാമറാണ്. നമ്മൾ പാരമ്പര്യ ചൊറുക്കുള്ള ആൾക്കാരാണ്. അപ്പോ ഞാൻ ഇറങ്ങുള്ളൂ. ഇമ്മച്ചൂടെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു. ഇമ്മച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോയിലൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മാ? അപ്പോൾ ഇൻഷാല്ലാ. അപ്പം എന്താ പറയുക, ഞാൻ ഇറങ്ങട്ടെ, ഓരോടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ മേം പോയിട്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കിനെ ഏകദേശം ഇങ്ങോട്ട് തന്നെ എത്തണം. അപ്പം അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം, സമയമില്ല. അപ്പം ഓക്കെ ഗൈസ്, നമുക്ക് ചെറിയൊരു ടെൻഷൻ കിട്ടും. എന്താ വെച്ചാൽ ഓളിപ്പം വിളിച്ചിനി. അപ്പോൾ ഓരോ മാമന്റെ വീട്ടിൽ പോവാണ്, മെച്ചിന്റെ കൂടെ രാവിലെ പോകണമെന്ന് പറഞ്ഞാണ്ട് എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ ചീത്തറിഞ്ഞു, ഇപ്പം തന്നെ പോകണ്ട, വൈകുന്നേരമല്ലേ പരിപാടി, വൈകുന്നേരം പോയാൽ മതി, വാപ്പച്ചിന്റെ കൂടെ എന്നായിക്കോട്ടെ, വാപ്പച്ചിന്റെ കൂടെ പോയിക്കോളെന്ന് പറയാണ്ട്. ഇനി എന്നോട് പറയാണ്ട് അല്ലാണ്ട് ഉമ്മച്ചിന്റെ കൂടെ പോവോന്ന് അറിയില്ല. നമ്മൾ പോയത് ചിലപ്പം പ്ലിങ് ആവുമോന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കുക. ഞാൻ പറഞ്ഞാണ് വൈകുന്നേരം പോയാൽ മതി എന്ന്. അപ്പം എന്തായാലും ഉമ്മച്ചി ഒരൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ ഇവർ എൻ്റെ മൂത്തമ്മയായാലും ഓളായാലും അവിടെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഓർക്കൊന്നും അവിടെ ഒന്നും ഉണ്ടാക്കി വെക്കാനൊന്നും കഴിയില്ല. നമ്മൾ വിളിച്ചാണ്ട് സർപ്രൈസ് ആയിട്ട് പോവല്ലേ. ഉമ്മച്ചി അവിടെ ഉണ്ടാവില്ല. കാരണം ഉമ്മച്ചി അങ്ങോട്ട് മാമന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വാപ്പച്ചും വല്യമ്മയും ഓളെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ പറയാണ്ട് മുങ്ങോന്ന് ആവും അറിയില്ലല്ലോ നമ്മൾ വരുന്ന കാര്യമൊന്നും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും പോയി വെക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും അങ്ങനെ അണ്ടറത്തിനെ കിട്ടീന് കേട്ടാ. അവരും കൂട്ടിയിട്ടാണ് പോണത്. ഞാൻ അങ്ങനെ പോകുമ്പോൾ റോട്ട് പോയി അണ്ടർ ഇങ്ങനെ പോസ്റ്റിന്റെ അടുത്ത് നിൽക്കണ്. അപ്പൊ ഏതായാലും കയറ്റിക്കണ്. അപ്പൊ നമ്മള് പോവല്ലേ, എവിടേക്കാ പോണൊക്കെ അറിയില്ലേ, മുത്തമ്മക്കാരാ. ഇവരിങ്ങനെ നിൽക്കണോക്കെ കേട്ടോ, വലിയ കലാകാരിയാണ്. പിന്നെ ഒരുപാട് വേദികളൊക്കെ കീഴടക്കിയ വലിയ കലാകാരി കേട്ടോ. മോളും മോശമൊന്നുമില്ല. അപ്പം വീഡിയോയിൽ വരാൻ ഭയങ്കര ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോഴും ഇല്ലാന്നല്ല, ഞാൻ കുറെ മോട്ടിവേഷനൊക്കെ കൊടുത്ത് കൊണ്ടുവന്നാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് പോയേക്കല്ലേ. അപ്പൊ അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെയാണ് പോവാട്ടോ. നമ്മളെടുത്ത് ഓക്കെ, ഇത് രസം ഉണ്ടായിരുന്നു അല്ലേ. ഈ ടോപ്പ് കൂടി എടുത്താലോ? ഈ ടോപ്പ് എടുത്തോ, അത് മതി. അപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന് കേട്ടോ. ഇവർക്ക് ചായ രാവിലെ ഒന്നും കുടിച്ചാണ്ട് കിടക്കപ്പായെന്ന് നീച്ച് പോകുന്നതാ രണ്ടും കൂടെ. എന്നാലും അതന്നെ പിന്നെ രാത്രി ഇട്ടാണല്ലോ കിടക്കലങ്ങനെ. അപ്പം ഇവരൊന്നും പരിചയപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ പോരാൻ തിരക്കുന്നത്. കാരണം ഓലിക്ക് അവിടെ പരിപാടിക്ക് തലയിലിന് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക്. അപ്പൊ കൂടുതലൊന്നും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അന്ന് നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് മുത്തമ്മ? എനിക്കെന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം നമ്മള് ചായ കുടിച്ചിട്ട് എന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കേ തന്നെ. അപ്പൊ സെലിബ്രിറ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കേ, മൂത്തമ്മ. അപ്പൊ മൂത്തമ്മയാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് ഒരു പാട്ടാടി കൊടുത്തു. നമ്മള് പ്രേക്ഷകർക്ക് വലിയ കലാകാരട്ടോ. ഉമ്മാന്റെ ഒക്കെ ഒപ്പം ഒരു
ആന്നല്ല അപ്പൊ ഉമ്മാന്റെ ഒരേ തുലാസിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ മറ്റേ തുലാസില് മൂത്തമ്മേനി ഇമ്മ അപ്പൊ ഉമ്മാക്ക് ഒരു ബദല് ഈ മൂത്തമ്മയാണ് കേട്ടോ. രണ്ടാളും ഒരേ ഒരു ഇതിൽ മൂത്തമ്മക്ക് ഫസ്റ്റ് ആയിട്ട് വീഡിയോ വരുന്നോണ്ടുള്ള ഒരു ചമ്മലായിരിക്കും. നമ്മൾ ഇനിയും നല്ല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കൊണ്ടുവരും. ഒരുപാട് കലാവാസന നമുക്ക് ജനങ്ങളെ അറിയിച്ചു കൊടുക്കാണ്ട്. അപ്പം എന്താ പറയാ, നമ്മളെന്തായാലും ചായ അടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം അല്ലേ ഉത്തോ? അപ്പൊ ഗൈസ് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറിയാണ് കേട്ടോ. അപ്പൊ മൂപ്പര് നമ്മളൊരു സബ്സ്ക്രൈബറാണ്. അപ്പൊ ഇന്നെ കുറെ നേരം ഇങ്ങനെ നോക്കണ്. അപ്പൊ എന്നോട് കുറച്ച് ശേഷം വന്നപ്പോ പറഞ്ഞ് എന്റെ പല്ല് എവിടോ കണ്ടിട്ട് അന്നെ ഞാൻ എവിടോ കണ്ടിട്ടെന്ന് പറഞ്ഞാണ്ട് മൂപ്പര് അപ്പൊ എവിടെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോയില് ചെയ്യലുണ്ടെന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് ഏതായാലും നമുക്ക് നല്ലൊരു അനുഭവമായി. അപ്പൊ നമ്മളും കൂടി അറിയാണ്ട വരാം അതുപോലെയൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ മൂപ്പര് നിങ്ങളെ കട എവിടെ? നമ്മള് തട്ടുകട രാമപുരം പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മള് തട്ടുകടന്ന് ഭക്ഷണം കഴിച്ച്. അപ്പൊ മൂപ്പരാണ് നമ്മള് എന്തായാലും ഇതിലെ വഴി വരുന്നവരൊക്കെ ഒന്ന് കയറി കാക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മൂപ്പര് അടിപൊളി നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ പൈസയൊക്കെ ഉള്ളൂ, നല്ല അടിപൊളി നല്ല ഭക്ഷണങ്ങളാട്ടാ. അപ്പം വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഒരുപാട് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കാണാനുള്ള ആരോഗ്യ ആഭ്യത്തൊക്കെ പഠിച്ചോൻ തരട്ടെ. റോഡാണോ തോടാണോ? റോഡൊക്കെ ആകെ നാശമായി കേട്ടാ. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി മൂത്തമ്മാന്റെ തള്ളു കേട്ട് ഏകദേശം ഇവിടെ എത്തി. നമ്മള് എവിടെ എത്തി? നമ്മളെ കോതക്കുരിശ് അവിടെ എത്തിയാണ്. ഏകദേശം കാണുന്ന മല കണ്ടിട്ട് ഇവിടെ മൂത്തമ്മാന്റെ കാല് പിടിച്ചത്ര മറിച്ച് ഏകദേശം ഇവിടെ എത്താനായിട്ട് പകുതി ഞാൻ വണ്ടി വിട്ടുള്ളൂ. മറ്റേ തള്ളുകൊണ്ടാ പോണേ. ബാക്കിയുള്ളതൊക്കെ എന്താ പറയാ, മല കണ്ടിട്ട് കാല് പൊളിച്ച. പിന്നെ എന്താ വേറെ എന്താടി വന്നപ്പോ പറഞ്ഞേ? പല്ല് പിടിച്ചല്ലേ. മറ്റേ പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ട് നമുക്ക് എന്താ പറയാ, റബ്ബർ മരം എന്താ പറഞ്ഞേ? റബ്ബർ മരം ചെരിഞ്ഞ് നിൽക്കാണ്. അപ്പൊ റബ്ബർ മരം ചെരിഞ്ഞ് നിക്കണെങ്കിൽ ഒരു കാരണമുണ്ട്. എന്താ കാരണം ചോദിച്ചപ്പോ അത് റബ്ബറായോണ്ട് പ്രത്യേകത. അപ്പൊ വേറുള്ള മരങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത റബ്ബറിനുണ്ട്. അതെന്താ പ്രത്യേകത? റബ്ബർ വളഞ്ഞിക്കും. അപ്പൊ പുതിയ ഒരുപാട് അറിവുകളും ഇപ്പൊ ഇതുവരെ ആ സ്മൂളിലെ കലാകാരിയാണ് കേട്ടോ. അപ്പൊ ആ പാട്ട് കേട്ടാണ്ട് തലവേദന എടുക്കുക. അപ്പൊ ആ പാട്ട് എന്തായാലും നമ്മൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ പ്രേക്ഷകരുടെ മുമ്പ് ആ പാട്ടൊക്കെ എത്തും. ഇത് ചിലപ്പോ ആ മ്യൂസിക് അതിലുള്ളതുകൊണ്ട് കോപ്പറേറ്റ് കിട്ടുക വെച്ചിട്ടാണ് കേട്ടാത്തത്. എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് മൂത്തമ്മാന്റെ പാട്ടുകൾ പിന്നീട് ഒരിക്കലും ഇപ്പൊ ഫസ്റ്റ് ടൈമിൽ കാണില്ലേ പ്രേക്ഷകരൊക്കെ. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാട്ടോ. അപ്പൊ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ആള് വരൂലേ? അതാണ്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഇവിടെ അവിടെ എത്തുമ്പോ 2 മണിയൊക്കെ ആവും. 12 മണി ഇപ്പൊ തന്നെ ഞങ്ങൾ ചെറുപ്പളശ്ശേരി എത്താനായിട്ടുള്ളൂ. ഇവിടെ ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് റോഡാണോ തോടാണോ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് റോഡ്. കഴിഞ്ഞ വരവിനൊന്നും ഇത്ര പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നന്നാക്കാൻ വേണ്ടിട്ട് മൂത്തമ്മ നിങ്ങൾ ഈ വാർഡിൽ ഇവിടുത്തെ MLA ആയാലും ഈ ഇതിനൊരു പരിഹാരം കാണണം കേട്ടോ. അപ്പൊ ആ ഒരു ഇതിലൊക്കെ ഇറങ്ങി അങ്ങനെന്താ പറയാന്, മൂത്തമ്മക്ക് എല്ലാ കഴിവുകളും ഉണ്ടല്ലോ. പിന്നെ അതെ. അപ്പൊ എല്ലാ രീതിക്കും ഇവിടെയൊക്കെ റോഡും കാര്യങ്ങളൊക്കെ നന്നാക്കണം. അത് നിങ്ങൾ മുൻകൈ എടുക്കണം കേട്ടോ. നിങ്ങൾ അഥവാ ഒരു MLA വല്ല MP ഒക്കെ ആവുകയാണെങ്കിൽ കേരളം കത്തിക്കണം നമുക്ക്. അപ്പം ഇവക്ക് പോയ കത്തും. അങ്ങാടി നിന്ന് പോയേക്ക ചെറിയ കേക്ക് ഇട്ട് നോക്കാൻ നമ്മൾ പോയോക്കെ കേട്ടോ. ഇതാണ് നമ്മളെ കുതിരാൻ മല, കുതിരാൻ തുരങ്കം. അഞ്ചാമത്തെ 5 കൊല്ലൊക്കെ പോയ പോക്കേ.
ജോലിക്കെല്ലാം കടന്നു പോയത് അറിഞ്ഞില്ല അല്ലേ? അപ്പൊ നല്ല ലൈഫാണ്. അറിഞ്ഞില്ലെങ്കിൽ നല്ല ലൈഫാണ്. അപ്പൊ ഇനി അതേ അല്ല ഇത് ഓർക്കാൻ സമയം തരില്ല. ഇനി ലൈഫ് പോട്ടെ. നന്നാവുമ്പോഴാണ് നമ്മൾ കടന്നു പോകണം അറിയില്ലാത്തത്. അതെ, പോയി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാവും വിഷമത്തിൽ ഇങ്ങനെ. നിങ്ങളില്ലല്ലോ എന്തോ എന്തിരണ്ടേ കണ്ട് ലവിച്ചിന് ഇടണം അത്ര. ഇതാണ് ലവിന്റെ ഉള്ളിൽ ആർട്ടിന്റെ ആർട്ട്. ഇവളായിട്ട് കേട്ടാ രണ്ടുപേരുടെ പാർട്ടിനുള്ളിൽ മറ്റേ ആളും വേണം. അങ്ങനത്തെ പേര് ഞങ്ങളെ മലബാർ ഏരിയയിലൊക്കെ. അതൊക്കെ നല്ല ഈസിയാ. അന്റെ പേര് തൊള്ളേക്ക് ഇട്ടില്ല ഞാൻ പറഞ്ഞേ. അല്ല ഓള് പിന്നെ എല്ലാം തോന്നിയ സ്ഥലത്തിനൊക്കെ വിളിയാക്കും, എന്തും വിളിച്ച. ട്രെയിനിങ് വേണം. അപ്പൊ രണ്ടുപേരുടെ പേര് പഠിക്കും. ഇപ്പത്തെ കുട്ടികൾ സുഖാണ്. അങ്ങനെയൊക്കെ എളുപ്പാ. അതാ നല്ലതും തന്നെ. എന്ന് വെച്ചാൽ സ്പെല്ലിങ് കൂടുതൽ വരുമ്പോ ഒരു അക്ഷരത്തിന്റെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കവറിലിട്ട് ആ കവറുണ്ടായിക്കോട്ടെ. ഒക്കെ നാട്ടു നടപ്പല്ലേ. നമ്മള് കേക്ക് മേടിച്ച കട പട്ടിക്കാട് ഇട്ടാ. നമ്മൾ കൊറേ നരഞ്ഞടന്നു ഇവിടെ. അപ്പൊ ഇവിടെ പറയാണ് KR ബേക്കറി. ഇവള് പറയാണ് ഇവിടെ ഞങ്ങളിവിടെ മൊത്തം നടന്നു കേക്കിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവള് പറയാ ഇവിടുത്തെ പേരിനോട് സാമ്യം പുലർത്തിയാണ് ഇവിടുത്തെ കടകളിൽ ഒരു സാധനം കിട്ടാത്തോണ്ട്. കേക്ക് ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഇവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടില്ല. KR ബേക്കറി അല്ലേ. അപ്പം പട്ടിക്കാട് തൃശ്ശൂർ വരുന്നവരൊക്കെ നമ്മളെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ആവശ്യക്കാരൊക്കെ വരാം. ചേച്ചിയുടെ പേരെന്താ പറഞ്ഞേ? നാൻസി. നമ്മളെ വയസ്സായത്. അപ്പോൾ കേക്ക് അങ്ങനെ പോയപ്പോൾ കിടന്നു തുടങ്ങി ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എന്നാ പോട്ടെ, തള്ളു പോട്ടെ, ഞങ്ങൾ പോട്ടാ. തള്ളു തരട്ടെ. ഞങ്ങൾ പോയി കിടന്ന് കേക്ക് മേടിച്ചാണ്. ഇനിയിപ്പോൾ ഒരു 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഏകദേശം അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്സിൻ്റെ വീട്ടിലോട്ടുള്ള റോട്ടിന് കയറിയിട്ടാണ് നമ്മളെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ്. നമ്മളിവിടെ തന്നെ വണ്ടി വരുമോ? അവൾക്ക് വണ്ടി കണ്ട അപ്പോൾ സംശയം കൊടുക്കും. എവിടെയാണ് അറിയില്ല. ആകെ എന്തായാലും ഓളെ എക്സ്പ്രഷൻ വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിരിക്കും. പ്രതീക്ഷിക്കാതെ ഇപ്പൊ പോണേ. ഇതായിട്ടോളെ വീട്ടിൽ എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? വാപ്പിച്ചവിടെ നോക്കിക്കണ്ട്. ആകെ അത്ഭുതമുണ്ടോ, അത് ആരാ വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഓളപ്പം തന്നെയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
വിചാരിച്ചിനോ വരുന്ന വിചാരിച്ചിനോ? ഇല്ല, ഞാൻ മറ്റാളെ കാത്തിക്കല്ലേ. ആരെ നിങ്ങള് ആളെന്നെ വന്നു. വാപ്പച്ച തന്തം വിട്ടിങ്ങനെ നോക്കി നടന്ന് വണ്ടി ആരാന്നുള്ള മനസ്സിലായില്ല അല്ലേ? ഞാൻ അവളോട് പറഞ്ഞ് പറഞ്ഞാ അങ്കച്ച പണി അമ്മ എന്തൊക്കെയുണ്ട്? ഇതൊക്കെ അല്ലേ അമ്മക്ക് കഴിയാൻ പറ്റുള്ളൂ. എനിക്ക് സർപ്രൈസ് ആയില്ലേ? സർപ്രൈസ് ആയില്ലേ? എന്താ അല്ലേ ഞങ്ങൾ പൂ പഠിക്കും നാളോടെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ. അപ്പം ശരിക്കും ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. മോനെ അന്ത പേരാന്ന് പോണേ ഇടുവാ. ശരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നിൽക്കിയോ ഇജ്? ഞാൻ വരില്ല. ഇജ് എന്താ പറഞ്ഞേ മാളുവിനോട്? മാളുവിനോട് എന്താ പറഞ്ഞേ? കാക്ക് വല്ലാത്ത സാധനമാണ്, ഞാൻ സർപ്രൈസ് കൊടുത്തിട്ട് എനിക്ക് ഒന്നും മേടിച്ചൊന്നുമില്ല. എല്ലാ കോളേജിലും ഡ്രസ്സെങ്കിലും മേടിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഒരു ഓർമ്മയില്ലാത്ത മകയൊക്കെ കാണും. ഇപ്പൊ നല്ല സർപ്രൈസ് ആയില്ലേ? അങ്ങോട്ട് നോക്കിയാ ഇത്രയും താങ്ങി പിടിച്ച് വന്ന് ഇതൊക്കെ നമ്മള് കേട്ട്. എന്റെ കല്യാണത്തിന്റെ ഞാൻ ഇങ്ങോട്ടൊന്നുമില്ല, കല്യാണത്തിന് വന്നില്ല. ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടുണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ട് ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വീടിന്റെ എൻട്രൻസ് അതൊക്കെ എപ്പോഴാ അയച്ചേ? ആ പനക്കറിയനെ വരുന്നേ? ഇവളെ രാവിലെ വിളിച്ചല്ലേ? ഇത് രാവിലെ നീച്ചിട്ടും കൂടെ ഇല്ല, ഉറങ്ങി നീച്ചിട്ടും കൂടെ ഇല്ല. അപ്പൊ ചുണത്തിയല്ലോ പുറത്ത് പറയ്. ആ അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട് ഗായ്സ്? മൂത്തമ്മ പുതിയ നോക്കണേ നോക്കണേ. ഞങ്ങള് പോകുമ്പോക്കും തിരിച്ചു വരും വേണ്ടേ? ആ വീഡിയോ കോൾ ചെയ്തില്ല എൻ്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ കയ്യിന്ന് പോയിന്ന്. നിങ്ങൾ ആട് പോവാൻ വേണ്ടി നിൽക്കാതിരിച്ചു തൃശ്ശൂർക്ക്. പിന്നെ അവിടെ വന്നാണ്ട് ഞങ്ങൾ ആകെ പ്രാങ്കായി പോകണ്ടേ. എന്ത് തള്ളക്കോയി ബാപ്പച്ചിനെ കടിച്ചേ? എന്നിട്ട് എന്താ പറ്റീണ്? എവിടെ? കോയിക്കോ മുറിയത്? ബാപ്പച്ചിക്കോ? എവിടെ? അന്നേനെ കടിച്ചണ്ടീന്. അന്നെ കടിച്ചണ്ടേ കോയി? ഇപ്പൊ പൊട്ടിത്തെറുപ്പാ. എന്നിട്ട് കോയി ഇവിടെ എവിടേക്ക്? ആരുണ്ടായി? കോയിനെ കൊണ്ടുപോണ കാക്ക? ജിപ്പച്ചിനപ്പോ പോരുണ്ടോ കൊണ്ടോട്ടിക്ക്? ജിപ്പച്ചിനപ്പോ കൊണ്ടോട്ടിക്ക് പോരുണ്ടോ? എൻ്റെ മുടിയാരെ വെട്ടി തന്നേ? ഹെലികോപ്റ്ററിന്റെ മറ്റേ ട്രാക്കൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മുടിയാരെ വെട്ടി തന്നേ? ചേട്ടനോ? ചേട്ടൻ എന്താ പറഞ്ഞ രാത്രി? ഇല്ല കാട്ടൊന്നുമില്ല, പറഞ്ഞോ? പെച്ചി കുട്ടിനെ പെച്ചി കാട്ടൂല. പെച്ചിന് സ്വത്തല്ലേ ഇത്? ഇല്ല ഒന്നും കാട്ടൂല ചേട്ടാ. ഇതാരാ മോനെ? ഇതാരാ ഈ താത്ത? ഈ കദീജാത്തനെ കണ്ടില്ല? നമ്മളെ പേരൻ്റെ അടുത്തല്ല. കണ്ടിട്ട് എന്നെ അറിയുന്നില്ല. അതേ കാരം ആ താത്തന്നെ ഇട്ടത് ട്ടാ. കണ്ടനാ? ആ താത്ത തന്നെയാണ് ഇന്നലെ അത് പൈൻ്റ് അടിച്ച് വന്നാട്ടാ. ഇതിനായിട്ട് ഞാൻ ചോദിച്ചേ നിങ്ങളെ ആക്കി തരുമോ നാളെ?
മറ്റേ ഞാൻ വരുന്നെന്ന്. അപ്പൊ പറഞ്ഞ് എനിക്ക് ആക്കി തരാൻ പറ്റൂല, 2 ദിവസം ഒന്നും വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പൊ പറഞ്ഞ് മോശമാണ് അവിടെ ഇങ്ങനെ കുറെ ദിവസം വന്ന് നിൽക്കുന്നതൊക്കെ, ഇത് എനിക്ക് കുഴപ്പമുണ്ടാവൂല, എനിക്കതൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞു. ഇത് ഇപ്പൊ തന്നെ മുസ്ലിം 5 വർഷം തികയാട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക്, ഇതൊരു കത്തി താങ്ങാൻ പിടിക്കും. ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു കേക്ക് മുറി പരിപാടിയാണ്. എല്ലാവരും കൈയടിക്കി കൈയടിക്കി. കാര്യം കൊടുക്കുമ്പോ ഇടക്കിടക്ക് ആനിവേഴ്സറി ഉണ്ടാവട്ടെ എന്നാ വാപ്പന്മാർ. അവനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേനോ, കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ അവിടെ പോയപ്പോൾ അവനെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഇതൊക്കെ ബൈക്കാക്കണം മുതലായത് കേട്ടോ. കുഞ്ഞാൻ എൻ്റെ ഒപ്പം പഠിച്ച ആ. അപ്പം ഏതായാലും നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം, കാരണം അവിടെ എത്തുമ്പോക്കിന് ടൈം ഇരുട്ടാവും. കാരണം കേക്ക് രസമുണ്ടോ? ഞാൻ രസമുണ്ടോ? ഇന്നെന്താ പരിപാടി? കേക്ക് മുറിക്കേ? ആരൊക്കെ മുറിച്ച കേക്ക്? വെച്ചോ? ഇന്നത്തെ ദിവസം എന്താ? ഇന്നെന്താ സംഭവം? ആനിവേഴ്സറി. ഉമ്മച്ചിന്റെ കല്യാണം തന്നെയാണ്. ഉമ്മച്ചിന്റെ കല്യാണം. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റി. ഓള് സത്യത്തിൽ നല്ല ഷോക്കായിട്ട് ഞാൻ എന്നെ കണ്ടപ്പം പെട്ടെന്ന്. കാരണം ഓള് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വരും എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന എത്തിയോ, ഒരു രക്ഷയില്ല. പിന്നെ ഓളും ഞാൻ മൂത്തമ്മേരൊക്കെ വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഉഷാറാക്കി സർപ്രൈസ് കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നും നമ്മൾ സാധനം വാങ്ങാൻ പോയപ്പോഴൊക്കെ വീഡിയോയിലുണ്ടാവും, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴൊക്കെ കണ്ട്. പിന്നെ എന്തായാലും നമ്മൾ 5ാമത്തെ മലപ്പുറത്ത് നിന്ന് കേക്ക് ഇവിടുന്ന് വാങ്ങി. നമ്മൾ 5 വർഷം ഞങ്ങൾ ഫസ്റ്റത്തെ ആനിവേഴ്സറിക്കാണ് കൂടുതൽ ഇങ്ങനെ ഇരുന്നത്. പിന്നെ ആനിവേഴ്സറിക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സൗദിയിലും ഞാൻ ചെന്നൈയിലും അവിടെ വീടൊക്കെ ആയിട്ട്. അപ്പം 5ാമത്തെ വാർഷികമാണ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. എന്തായാലും ഈ കുരിപ്പിന് ഇങ്ങോട്ട് പോകുന്നത് അച്ചറുണ്ടാക്കി പോകുന്നതാണ്. ആനിവേഴ്സറിക്ക് ഇപ്രാവശ്യം കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പോരുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ 2 ദിവസം വന്ന് നിൽക്കാനും പറ്റൂല പറഞ്ഞു. അപ്പൊ ആ കാര്യം ഇതിൽ നിന്നത് 5 വർഷം ഞാൻ ഈ കുരിപ്പിനെ തല വെച്ച് നടക്കണേ. എനിക്കെന്താ ഇത്ര 5 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്താ? എന്താ വെച്ചാൽ കുറെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്, കുറെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ തമാശ. അതൊക്കെയാണ് ജീവിതം. എല്ലാത്തിന്റെ ഉള്ളിൽ എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് ഇനിയും ഒരുപാട് കാലം മരണം വരെ ഇങ്ങനെ തന്നെ ഈ എക്സ്പീരിയൻസ് ആയിട്ടും ചിന്തിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ആയിട്ട് പോകാനുള്ള ആയുസ്സും പഠിച്ചവനും ആരോഗ്യമൊക്കെ തരട്ടെ. നിങ്ങളെ നമ്മളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഓള് 2 ആഴ്ചക്ക് നിൽക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഓളെ കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും കുറച്ച് ടൈം ആവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോയിട്ട് വരാം. പുറത്തേക്ക് വല്ല ചിലവൊന്നുമില്ല. ഇത് കട്ടൊക്കെ വാപ്പിച്ചുണ്ടാക്കിയ എത്ര പുറത്തുനിന്ന് വാങ്ങി? 100 എണ്ണോ? കട്ടൊക്കെ ഉണ്ടാക്കി ഇത് ഇവിടുത്തെ ആവശ്യത്തിനുണ്ടാക്കിയ പൈസക്കാർക്ക് എന്തോ ആവാലോ. കഴിഞ്ഞ പരിപാടി കണ്ടില്ല നിങ്ങൾ, അടിയിലെ വണ്ടി വെച്ച് പോകുന്നു. ഇപ്പം പുരേക്കൊക്കെ വണ്ടി അവിടെ എത്തണ രീതിക്ക് ആക്കിയോ, കുറച്ച് വീതിയൊക്കെ കൂട്ടിയിട്ട്.
ഇങ്ങനൊക്കെ മരോളോടെ വന്നാണ്ട് ഇജാരി പരിപാടിയൊക്കെ പോട്ടെ പോട്ടെ കറി ഉണ്ടാവും ഞാൻ കരയണ്ട കേട്ടോ ഞാൻ 2 ആഴ്ച കൊണ്ട് ഞാൻ വരണ്ട കേട്ടോ കരയണ്ട കേട്ടോ കരയണ്ട പെട്ടെന്ന് വരണ്ട് ഇതാരാ പോട്ടക്കോ പോട്ടെ എപ്പം പോണെന്ന് പറഞ്ഞേ ആരോടും നമ്മൾ ഇറങ്ങി കേട്ടോ അസ്സലാമലൈക്കും മോനെ ഇച്ചു പോട്ടോ ടാറ്റ കൊടുക്ക് അല്ല ടാറ്റ ഉണ്ടാ എന്താ മൂക്കില് പോവാട്ടോ ബാ കേറി ഡോറ് നോക്ക് ഡോറ് നോക്ക് ഡോറ് നോക്ക് പോവാ നമ്മള് ഡോറ് കേറി സമയമില്ല വേം വാ ഞാൻ പോയാ കുഴപ്പമൊന്നുമില്ലല്ലോടാ അല്ലേ മെച്ച് പോകുന്നല്ല പ്രശ്നം വരട്ടോ മാളും എല്ലാരോടും അമ്മ ചിന്നമ്മ ഇച്ച് വരണ്ട കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ അറേ എന്നാ പോയിട്ട് വരാം എല്ലാരോടും ജെസിയെ വിളിച്ചാ കേട്ടോ അമ്മ എല്ലാരോടും അസ്സലാമു അലൈക്കും ഓക്കെ. അപ്പൊ ഗായ്സ് നമ്മള് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചീത്ത ഇട്ട് ഓലെ പരാണ്ട കൊണ്ടുവന്നതിന് കാരണം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉമ്മച്ചൊന്നും അവിടെ ഇല്ല നിങ്ങൾ കണ്ടതല്ലേ. അപ്പം അത്യാവശ്യം കേട്ടാണ്. പിന്നെ നമ്മളെ സ്മ്യൂളിലെ കലാകാരിക്ക് ഒരു പാട്ട് പാടാനൊരു ആഗ്രഹം. അപ്പോൾ 2 വരി ഉരിയാടുമോ? പാട്ട് പാടാനൊന്നും അറിയില്ല. പാടാനറിയില്ല എന്നാലും 2 വരി പോട്ടെ. എന്നാ പിന്നെ പാടണം. എല്ലാം എനിക്ക് പാടണം. എന്നാ പാടി അതാണ് അങ്ങനെ പാടിയാ മതി. പോലെ മധുരമായൊരുമയിൽ നീ വിടർന്നു നൂറെ കുളിരണിഞ്ഞൊരാറ്റിലെ തിരയറിഞ്ഞ നേരം മതി. അടിപൊളി അടിപൊളി. അപ്പം എന്താ പറയാ അടിപൊളിയായിട്ട് കേട്ടാ, നല്ല രസമാണ്. അപ്പൊ ഇനിയും ഇതേപോലത്തെ നല്ല പാട്ടുകൾ നിങ്ങൾ ഇങ്ങനെ ഈ പെരന്റെ ഉള്ളില് വാതിലടിച്ച് അതിനുള്ള സ്മ്യൂള് നിങ്ങളെ കലാവാസന ജനങ്ങളറിയില്ല. അപ്പൊ ഇതേപോലെ വീഡിയോസ് എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുക. മനസ്സിലായോ? ഇപ്പൊ ഒരുപാട് വേദികളുള്ളത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഓരോ കലാവാസന നമ്മള് പുറത്ത് അറിയിക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ ഇതേമാതിരി ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളുണ്ട്. നമ്മൾ എന്നീ തിരി കൊടുത്ത് ഉണർത്തുന്നതാണ്. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ് ഗൈസ്. ഓക്കെ, എന്തൊരു ഉണർവില്ലാത്ത. ഓക്കെ, ഈ ചോറുന്നപ്പം പൊരിച്ച അതിലൊക്കെ നിന്നപ്പോ ഇങ്ങനല്ല. കുറച്ച് എനർജി വരട്ടെ. അവിടുത്തെ മീൻ വേണം എന്ന് പറഞ്ഞപ്പോ എനർജി കണ്ടില്ല. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. സമയം കുറെ ആയിരുന്നു, ലൈറ്റാണ്. നമ്മള് വീട്ടിലേക്ക് പോകണം. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. വരില്ലേ? 4/16 വരാം. അപ്പൊ എല്ലാരോടും ഇതുവരെ കണ്ടതും കൂടെ കൂടിയതിനും ഒരുപാട് സന്തോഷം. അപ്പൊ അപ്പൊ സപ്പോർട്ട് ചെയ്യാം. അപ്പം നല്ലൊരു വീഡിയോസ് ആയിട്ട് പിന്നെ വരണ്ട കേട്ടോ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.